സോ എല്ലാവർക്കും ഹായ് ഹലോ നമസ്കാരം. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നു, മാർച്ച് 7 വന്നു. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മൾ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി വീഡിയോ ആണിത്. പ്രധാനമായും ഇത് രണ്ട് പാർട്ട് വീഡിയോ ആയിരിക്കും. ഇന്നത്തേത് പാർട്ട് 1 ആണ്. ഈ പാർട്ട് 1-ൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള കുറെ സീക്രട്ട് ആയിട്ടുള്ള സ്മാർട്ട് ടെക്നിക്സ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. പാർട്ട് 2-ലായിരിക്കും സിലബസിന്റെ വിശാലമായ ബ്രേക്ക് ഡൗണും ബുക്ക് ലിസ്റ്റുകളെ പറ്റിയുള്ള ചർച്ചയൊക്കെ പാർട്ട് 2-ലായിരിക്കും കേട്ടോ. കാര്യം നിങ്ങൾക്ക് ഇപ്പം ബേസിക്കലി വേണ്ട ഒരു കാര്യം കോൺഫിഡൻസ് ആണ്. KAS എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേ ആൾക്കാരുടെ ഗ്യാസ് ഒക്കെ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ഈസിയാണ് KAS-ന് വേണ്ടി തയ്യാറെടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും. ചില കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി മറ്റു പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. ചില കാര്യങ്ങളൊക്കെ പുതിയതായി ആഡ് ചെയ്തിട്ടുള്ളതാണ്. സോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക കേട്ടോ. സോ നമ്മുടെ ടെലിഗ്രാം ചാനൽ അംഗമല്ലാത്ത ആൾക്കാർ ടെലിഗ്രാം ഫാമിലി അംഗങ്ങളാവുക. യൂട്യൂബിന്റെ കമന്റ് സെക്ഷൻ ഞാൻ ചാനൽ ലിങ്ക് പിൻ ചെയ്തിട്ടേക്കാം. ഈ PDF സഹിതം നിങ്ങൾക്ക് റാങ്ക് മേക്ക് ചെയ്യാൻ സാധിക്കുന്ന പല ക്വസ്റ്റ്യൻസും പല PDFs പല നോട്ട്സും ആ ചാനൽ വഴി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതാണ്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തരാനുള്ള ഡിസ്ക്ലെയിമർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്റെ ബാച്ചസിൽ ഈ വീഡിയോയിൽ പറഞ്ഞ ഇതേ സ്ട്രാറ്റജി അനുസരിച്ച് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇതാണ് നമുക്ക് വേണ്ടുന്ന ഒരു റാങ്ക് മേക്കിംഗ് സ്ട്രാറ്റജി. സോ നമ്മുടെ ബാച്ചിലേക്ക് വരുന്ന അംഗങ്ങളും ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് പഠിക്കാൻ മെന്റലി പ്രിപ്പയർഡ് ആയിട്ട് വരണം. കാര്യം PSC-യുടെ പാറ്റേൺ അടിമുടി മാറി. പഴയ പാറ്റേണിൽ പഠിച്ചതുകൊണ്ട് ഇനി നമുക്ക് ഒരു ഹോപ്പ് ഇല്ല. അതുകൊണ്ട് പുതിയ പാറ്റേൺ ഈ ഒരു സ്ട്രാറ്റജി ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാർക്കായിരിക്കും ആ ബാച്ച് ഉപകാരപ്പെടുക. അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായും കണ്ട് സ്ട്രാറ്റജി മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി നടത്തണമെങ്കിൽ അങ്ങനെ നടത്താം. ഫുൾ സപ്പോർട്ട് ഞങ്ങളുടെ സൈഡിൽ ഉണ്ടായിരിക്കും. അതല്ല ഞങ്ങളൊരു അഫോർഡബിൾ ബാച്ച് ആണ് വേണ്ടതെങ്കിൽ കമന്റ് സെക്ഷൻ നമ്പറിൽ പിൻ ചെയ്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. എനിക്കിവിടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന ഈ പരീക്ഷയെ പറ്റി ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. പക്ഷെ സബ് ഇൻസ്പെക്ടർ ഓഫ് പരീക്ഷയെ പറ്റി പറയുമ്പോൾ ആർക്കും പേടിയില്ല. സെക്രട്ടേറിയറ്റിനെ പറ്റി പറയുമ്പോൾ അത്രയ്ക്കും പേടിയില്ല. ഞാൻ സംശയം ചോദിച്ചോട്ടെ, ഡിഗ്രി ലെവൽ PSC പരീക്ഷകളിലെ ഏറ്റവും ലളിതമായിട്ടുള്ള സിലബസ് അല്ലേ KAS-ന്റേത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. സ്പെഷ്യൽ ടോപ്പിക്സ് ഇല്ല, എല്ലാം ജനറൽ ടോപ്പിക്കുകൾ തന്നെയാണ്. പിന്നെ ഗവർണൻസിന്റെ ചില ഏരിയാസ് മാത്രമാണ് എക്സ്ട്രാ വരുന്നത്. പ്രിലിംസിനും മെയിൻസിനും ഒറ്റ സിലബസ് ഉള്ള ഡിഗ്രി ലെവലിലെ ഒരേ ഒരു പരീക്ഷ ഇതായിരിക്കും. സോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പോലുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ KAS-ന്റെ വലിയൊരു ശതമാനം സിലബസ് നിങ്ങൾ ഓൾറെഡി പഠിച്ച് കഴിയും. കുറച്ച് ഏരിയ മാത്രം എക്സ്ട്രാ പഠിച്ചാൽ മതി. ആ ഏരിയ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. സോ ഞാൻ പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. നിങ്ങൾ KAS-ന് വേണ്ടി പഠിക്കുകയോ പഠിക്കാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ. നിങ്ങൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനോ സബ് ഇൻസ്പെക്ടറിനോ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി KAS-ന്റെ വലിയൊരു സിലബസ് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരീക്ഷ പോയി എഴുതുക, പരീക്ഷ നന്നായി പോയി എഴുതുക. നമുക്ക് അത് വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് വരുന്ന മെയ് 25-നാണ് അതിന്റെ പ്രിലിംസ് വരുന്നത്. KAS പരീക്ഷയുടെ പ്രിലിംസോ ജൂൺ 14-ന്. സോ മെയ് 25-ന് ശേഷം കുറച്ച് എക്സ്ട്രാ ടൈം ഇടുകയാണെങ്കിൽ KAS-ന്റെ ഫുൾ സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. കാര്യം എന്തായാലും ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ് എല്ലാം 90% ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ KAS-ന് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഏതൊരു മെന്റാലിറ്റിയാണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഞാൻ ഒരു റിസർച്ച് ബേസ്ഡ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. സംശയം എന്തുണ്ടെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. ഒരുപക്ഷെ നിങ്ങൾ പലർക്കും ഇതിനേക്കാൾ നല്ലൊരു സ്ട്രാറ്റജി നിങ്ങളുടെ ഉണ്ടാവാം. നമ്മളിത് കമ്മ്യൂണിറ്റി ആണ്. നിങ്ങൾക്ക് അത്തരം സ്ട്രാറ്റജി നമുക്ക് ഷെയർ ചെയ്യാം. അത് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആവും. ഓക്കെ, സോ ഒന്നാമതായി നമ്മൾ സംസാരിക്കേണ്ടത് എന്തിനെ പറ്റിയാ? പ്രിലിംസിനെ പറ്റിയാണല്ലോ. പ്രിലിംസ് ജയിച്ചതിന് ശേഷമാണല്ലോ മെയിൻസിലേക്ക് പോകുന്നത്. ആ മെയിൻസും ജയിച്ചതിന് ശേഷമാണ് 45 മാർക്കിന്റെ ഇന്റർവ്യൂ എന്ന ഘട്ടത്തിലേക്ക് പോകുന്നത്. പ്രിലിംസ് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള MCQs സോൾവ് ചെയ്യാനുള്ള ഒരു മന്ത്രം എന്താണ്? MCQ സോൾവ് ചെയ്യാനുള്ള മന്ത്രം എന്ന് പറഞ്ഞു കേൾക്കട്ടെ. കറക്കി കുത്തുക, ആഴത്തിൽ പഠിക്കുക, അത് തന്നെയാണ്. പക്ഷെ KAS പരീക്ഷയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടെ എക്സ്ട്രാ യൂസ് ചെയ്യണം. അത് പഴയ മന്ത്രം തന്നെയാണ്, പക്ഷെ കുറച്ച് കാര്യം കൂടെ എക്സ്ട്രാ ചെയ്യണം. കാര്യം മെയിൻസ് പരീക്ഷ ഡിസ്ക്രിപ്റ്റീവ് ആണല്ലോ. ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ നിങ്ങൾ എന്ത് പോയി കറക്കിക്കുത്താനാണ്. പക്ഷെ അവിടെ നമുക്ക് ടെക്നിക്സ് ഉപയോഗിക്കാം. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സോ പ്രിലിംസിന് ശേഷം ഇന്റർവ്യൂവിന്റെ ഘട്ടത്തിലും അല്ലെങ്കിൽ മെയിൻസിന്റെ ഘട്ടത്തിലും ഒക്കെ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്ക് ആദ്യമേ വേണ്ട ആത്മവിശ്വാസം. ഉദാഹരണം ഈ ഒരു ചോദ്യം കഴിഞ്ഞ KAS പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾ ഒരു 10ാം ക്ലാസ്സുകാരനെ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ പോലും ഇതിൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കട്ട് ചെയ്യാൻ തോന്നുന്ന സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കറക്കി കുത്തേണ്ടത് നമുക്ക് നോക്കാം. പക്ഷെ കറക്കി കുത്തിയോണ്ട് മാത്രം കാര്യമില്ല, ആഴത്തിലുള്ള പഠനവും വേണം. നമുക്ക് ഈ ഒരു ചോദ്യം നോക്കിയേ.
വ്യവസായ വിപ്ലവം, ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്തെന്നാണ് ചോദ്യം. Subjugation of agricultural countries of the world, increase in unautomated production, rise in per capita income. ഓ, ഹിസ്റ്ററിക്കകത്തും അവർ എക്കണോമിക്സ് കയറി ചോദിച്ചു. അപ്പൊ ഇതൊരു മൾട്ടി ഡയമെൻഷണൽ ക്വസ്റ്റ്യൻ ആണ്, സ്കിപ്പ് അടിച്ചേക്കാം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, വ്യവസായ വിപ്ലവത്തിന്റെ സമയത്ത് എന്താ നടന്നത്? മെഷീൻസ് കൊണ്ടുവന്നു. മനുഷ്യൻ ചെയ്യേണ്ട പണി മൊത്തം ചെയ്ത് മെഷീൻസ് ആണ്. റൈറ്റ്സ് ഓഫ് മെഷീനറി വാസ് വാട്ട് ഹാപ്പൻഡ്. അപ്പൊ മെഷീൻസ് വരുമ്പോ എന്റെ ചോദ്യം, ഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ ആണോ കൂടുന്നത്, അൺഓട്ടോമേറ്റഡ് പ്രൊഡക്ഷൻ ആണോ കൂടുന്നത്? മെഷീൻസ് വരുമ്പോൾ എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് മാറുകയാണോ, അതോ മനുഷ്യൻ തന്നെ പിന്നെ ചെയ്തുകൊണ്ടിരിക്കണം, അൺഓട്ടോമാറ്റിക് ആയിട്ട് മാറുകയാണോ? എല്ലാം ഓട്ടോമേറ്റഡ് ആവുകയല്ലേ പിള്ളേരെ? എല്ലാം ഓട്ടോമേറ്റഡ് ആവുകയല്ലേ? അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ എല്ലാ സ്റ്റേറ്റ്മെന്റ്സ് ഇപ്പൊ ഉത്തരം എ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻസ് എല്ലാം എലിമിനേറ്റ് ചെയ്ത് ഉത്തരം എ ആണ്. ഇതാണ് എനിക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ടത്, കോൺഫിഡൻസ്. നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. KS പരീക്ഷ കഴിഞ്ഞ പ്രാവശ്യം ക്ലിയർ ചെയ്തത് അന്യഗ്രഹ ജീവികളല്ല, പച്ചയായ മലയാളികൾ മനുഷ്യരാണ്. ആ ഒരു വിൽ പവറിന്റെ ഗെയിമാണ് അത്. നിങ്ങളുടെ സ്ട്രെസ് മാനേജ്മെന്റിന്റെ വിൽ പവറിന്റെ ഗെയിമാണ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്ന് പറഞ്ഞ പരീക്ഷ. നിങ്ങൾ എടുത്ത് നോക്കുക, കഴിഞ്ഞ പ്രാവശ്യം KS ടോപ്പ് റാങ്ക് അടിച്ചതിൽ എത്ര ആൾക്കാർക്ക് എക്സെപ്ഷണൽ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് നോക്കാം. സോ കുറവാണ്. എല്ലാവരും നിങ്ങളെപ്പോലെ സാധാരണ മനുഷ്യരാണ്, പക്ഷെ അവർക്ക് വിൽ പവർ ഉണ്ട്. നിങ്ങളും ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ടത് ആ ഒരു വിൽ പവർ ആണെന്ന് ഞാൻ നിങ്ങൾ ഓർമ്മിക്കുകയാണ്. അപ്പൊ കറക്കി കുത്തി മാത്രം ഈ ചോദ്യത്തിന് ഉത്തരത്തിൽ നമ്മൾ എത്തിയത്. ഇതുപോലെ എത്ര ക്വസ്റ്റ്യൻസ് ആണെന്ന് അറിയോ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നത്? സിവിൽ സർവീസസിനകത്തെ സെയിം ടെക്നിക്കാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ചോദ്യം നോക്കിയേ, കറക്കി കുത്തി മാത്രം അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് നോക്കിയേ. നമ്മൾ പ്രിലിംസിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് മെയിൻസിലേക്ക് പോകും കേട്ടോ. ബുക്ക് ലിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ചർച്ച ചെയ്യാം. 37ാമത്തെ ചോദ്യം എന്താണ്? കേരള ചരിത്രത്തിൽ നിന്നുള്ള ഒരു കട്ടി ചോദ്യമാണ്. ലെറ്റ്സ് സീ. കേരളത്തിലെ ജാതി വ്യവസ്ഥ, കാസ്റ്റ് സിസ്റ്റം ഓഫ് കേരള, അതിനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? നമ്മൾ വായിക്കുമ്പോൾ ഇത് വായിച്ചിട്ട് നമ്മൾ ഇത് വേണം വായിക്കാൻ, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ, പിന്നെ ഇത് വായിക്കാവും. ഞാൻ നിങ്ങൾക്ക് ആ ഒരു മെത്തഡോളജി ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്, കറക്റ്റ് ആണോ ഇൻകറക്റ്റ് ആണോ എന്നുള്ളത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, മന്നാപ്പേടി ആൻഡ് പുലപ്പേടി were abolished by ശ്രീ കേരളവർമ്മ ഓഫ് വേനാട് by issuing an order. എക്സാം നമ്മളിതൊക്കെ പഠിച്ചിട്ടായിരിക്കും പോകുന്നത്, പക്ഷെ എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇതൊക്കെ മറന്നുപോയെന്ന് വരാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ശങ്കരസ്മൃതി is a text dealing with caste rules and practices. ഈശ്വര, ശങ്കരസ്മൃതി നമ്മൾ കേട്ടിട്ട് പോലും, ഇതൊക്കെ ഏത് സ്മൃതി, എവിടുത്തെ സ്മൃതി, BYQ പോലും കണ്ടിട്ടില്ല, അപ്പോഴേ ടെൻഷൻ അടിച്ച് പ്രശ്നമായി. പിന്നെ തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? ചാനാർ അജിറ്റേഷൻ വാസ് എ കാസ്റ്റ് മൂവ്മെന്റ്. ചാനാർ അജിറ്റേഷൻ അല്ലെ, ചാനാർ ലഹള ഒരു കാസ്റ്റ് മൂവ്മെന്റ് ആണെന്നാ പറയുന്നത്. ഇത് ആർക്കാ അറിയാത്തത്? ചാനാർ എന്ന് പറയുന്ന കാസ്റ്റ്, ജാതി, ആ ജാതിയിലെ ആൾക്കാർ അനുഭവിച്ച അട്രോസിറ്റീസിനെതിരായിട്ട് അവര് ശബ്ദമുയർത്തി, അതാണ് ചാനാർ ലഹള. എല്ലാം പോട്ടെ, ചാനാർ എന്ന് പറയുന്നത് ഒരു കാസ്റ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം. സോ ചാനാർ അജിറ്റേഷൻ എന്ന് പറയുന്നത് കാസ്റ്റ് ലെവൽ അജിറ്റേഷൻ ആണെന്നുള്ള കാര്യം ആർക്കാ ഊഹിക്കാൻ പറ്റാത്തത്? സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ളത് വെറും ലോജിക്കാണ്, പ്യുവർ ലോജിക്കാണ്. അല്ലെങ്കിൽ PSC പഠിച്ചു തുടങ്ങുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും അറിയാവുന്ന ബേസിക് ഫാക്റ്റാണ്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ CO DO മാത്രമേ ഉത്തരവാകത്തുള്ളൂ, വേറെ ഒന്നിനും ഉത്തരവാകത്തില്ല. അതിന് തേർഡ് സ്റ്റേറ്റ്മെന്റ് രണ്ടോ ഓപ്ഷൻ അതാ. അപ്പൊ തന്നെ നിങ്ങൾ A എലിമിനേറ്റ് ചെയ്തു, B എലിമിനേറ്റ് ചെയ്തു. ഇനി നിങ്ങൾ നോക്കിയ പിള്ളേരെ, ഫസ്റ്റും തേർഡും രണ്ടിലും കോമൺ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാ. ഇത് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റൂ. കാരണം 3 ശരിയാണെങ്കിൽ 3യുടെ കൂടെ 1 ഉണ്ട്, 1 ശരിയായേ പറ്റൂ. അപ്പൊ മന്നാപ്പേടിയെ പറ്റിയും പുലപ്പേടിയെ പറ്റി നിങ്ങൾ കേട്ടിട്ട് പോലും ഇല്ലെങ്കിലും ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിച്ച് മനസ്സിലായി. അപ്പോ 50-50 ഓപ്ഷനിലെ 50-50യിലേക്ക് നിങ്ങൾ എത്തി. ഇത് ചെറിയ കളിയല്ല. 50-50യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കുത്തിക്കണം. കാര്യം വെറും പ്രോബിലിറ്റി തെറിയാ. 50-50യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് അവിടെ എടുക്കണം. സോ ഇതിന് ഉത്തരം ഒന്നുകിൽ C വരും അല്ലെങ്കിൽ D വരും. ഇനി നിങ്ങൾ ഒന്ന് എന്റെ കൂടെ നമ്മൾ മുമ്പിൽ ഒറ്റ ചോദ്യമേ ഉള്ളൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ഈ സ്റ്റേറ്റ്മെന്റ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ള ചോദ്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. ഇത് രണ്ടാണ് ഉത്തരം. ശങ്കരസ്മൃതി is a text dealing with caste rules and practices. ഒരു 50-50 ചാൻസിലേക്ക് എത്തി. നിങ്ങൾ ഇത് എന്ത് ചൂസ് ചെയ്യും? C ചൂസ് ചെയ്യോ, D ചൂസ് ചെയ്യോ? ഈ സ്മൃതി എന്ന പേരിൽ നമുക്ക് പരിചയമുള്ള വേറൊരു ഗ്രന്ഥം ഉണ്ടല്ലോ, അതേതാ? സ്മൃതി എന്നുള്ള പേരിൽ പരിചയമുള്ള വേറൊരു ഗ്രന്ഥം. മനുസ്മൃതിയെ പറ്റി പലരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? സ്ത്രീ സ്വാതന്ത്ര്യമർഹ, ഇതിന് ശൂദ്രമക്ഷ സംയുക്തം ദൂരത പരിവർജയെ. സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കില്ല.
അല്ലെങ്കിൽ ശൂദ്രന് വിദ്യാഭ്യാസം കൊടുക്കല് എന്നൊക്കെ പറഞ്ഞ് ഈ നെറികെട്ട ജാതി വ്യവസ്ഥയുടെ വിഷം തുപ്പിയ ഒരു ടെക്സ്റ്റ് ആണത് മനുസ്മൃതി, അല്ലെ? സോ മനുസ്മൃതി അതിനെപ്പറ്റി കേട്ടിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു ഡേറ്റ് അറിഞ്ഞിരിക്കുക. നമ്മൾ ആഴത്തിൽ പഠിച്ചിട്ട് കറങ്ങി കുത്തണം എന്ന് പറയുന്നതാണ്. നമ്മൾ എവിടെയെങ്കിലും വായിക്കുന്നതാണ്, അല്ലെ? സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച ടെക്സ്റ്റ് ആണ് മനുസ്മൃതി. ഏത് രീതി വ്യാഖ്യാനിച്ചാലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സോ മനുസ്മൃതി അങ്ങനെയുള്ള ഗ്രന്ഥമാണ്. അപ്പൊ ശങ്കരസ്മൃതി അത്തരത്തിലുള്ള ഗ്രന്ഥം. കാസ്റ്റ് റൂൾസ്, ജാതി വ്യവസ്ഥയെ പറ്റി, ശൂദ്രന്മാരുടെ ഫംഗ്ഷൻ എന്ത്, ക്ഷത്രിയന്റെ ഫംഗ്ഷൻ എന്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചിന്തിച്ചൂടെ? ഓക്കെ, അതെല്ലാം പോട്ടെ. ഞാൻ മറ്റൊരു ഡൗട്ട് ചോദിച്ചത്, അതായത് നിങ്ങളുടെ കോമൺ സെൻസ്, നിങ്ങളുടെ ചിന്തയുടെ ചക്രവാളം നമുക്കൊന്ന് വികസിപ്പിക്കാം. നിങ്ങളുടെ ചിന്തയുടെ ചക്രവാളം നമുക്ക് വികസിപ്പിക്കാം. സി, ജാതി വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നല്ലതും ഉണ്ടാകുന്ന ചീത്തയുണ്ടാകും. അതുപോലെ ഗാന്ധിജി ജാതി വ്യവസ്ഥയെ അംഗീകരിച്ച് വെക്കുക, സപ്പോർട്ട് ചെയ്ത് വെക്കുക, ചാതുർമാസത്തിന് സപ്പോർട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ജാതിയെ പിന്നെയാണ് ആൾക്കാർ ഭയങ്കര മോശമായിട്ട് ദുരുപയോഗം ചെയ്തെന്നൊരു തിയറി ഉണ്ട്. അത് നമുക്ക് അവിടെ ഇരിക്കാം, അതിനെ പറ്റി നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പിന്നെ ചോദ്യം ഇതാ, ഭഗവത്ഗീതയിൽ ജാതി വ്യവസ്ഥയെ പറ്റി പരാമർശിക്കുന്നുണ്ട് എന്നൊരു സ്റ്റേറ്റ്മെന്റ്, അത് ശരിയാണോ തെറ്റാണോ? രാമായണത്തിൽ, മഹാഭാരതത്തിൽ ജാതി വ്യവസ്ഥയെ പറ്റിയുള്ള പരാമർശമുണ്ട്. സി, എവിടെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒരു അറ്റത്ത് ഒരു ബുക്ക്, സി അതൊരു ഹിന്ദു ടെക്സ്റ്റ് ആണ്, ഹിന്ദു റിലീജിയന്റെ അകത്തുള്ള ഒരു പണ്ട് ജാതി വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. പിന്നാണ് അത് മോശമായി ഒരു നെറുകെട്ട സിസ്റ്റമായിട്ട് മാറിയത്. പക്ഷെ എവിടെയെങ്കിലും ഒരു അറ്റത്തോ മൂലയ്ക്കോ എങ്ങനെ പറയുന്നുണ്ടായിരിക്കത്തില്ലേ? നിങ്ങൾക്ക് അതൊരു കോമൺ സെൻസ് മനസ്സിലായോ? ഭഗവത്ഗീതയിൽ ജാതി വ്യവസ്ഥയെ പറ്റി, അല്ലെ ഭഗവത്ഗീതയിൽ കാസ്റ്റ് റൂൾസിനെ പറ്റി പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റെന്ന് പറയാൻ പറ്റും. അതൊരു ഹിന്ദു ടെക്സ്റ്റാണ്. എല്ലാ ഹിന്ദു ടെക്സ്റ്റിലും ഇങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് അതിന്റെ ഒരു ലോജിക്കൽ കോമൺ സെൻസ് തന്നെ മനസ്സിലായി. ബിക്കോസ് ഗാന്ധിജി എന്ന് പറഞ്ഞത് എനിക്ക് അമ്മയെ പോലെയാണ് ഭഗവത്ഗീത എനിക്ക് അമ്മ. ഭഗവത്ഗീത അത്രയും ഫിലോസഫിക്കലി എൻലൈറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആണ്. പക്ഷെ അതിനകത്ത് ഇതിനെപ്പറ്റി പറയുന്നുണ്ടല്ലേ, കൃഷ്ണ പറയുന്നത്, അർജുന നീ ക്ഷത്രിയനാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനെ സംബന്ധിച്ചൊരു ഈ സ്റ്റേറ്റ്മെന്റ് റൈറ്റ് ആവാം. നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു ബ്യൂറോക്രാറ്റിക് മെന്റാലിറ്റി ചിന്തിക്കുക. അതാണ് നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സെക്യുലർ പെർസ്പെക്റ്റീവിലാണ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ മതത്തിനെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സോഷ്യോളജി ആയിക്കോട്ടെ, സയൻസിനെ ആയിക്കോട്ടെ, പക്ക ഒരു അക്കാഡമിക്കൽ പെർസ്പെക്റ്റീവിലായിരിക്കും നോക്കിക്കാണാം. ഇങ്ങനെ പഠിച്ച് നമുക്ക് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നു. മനസ്സിലായില്ലേ? നമ്മൾ ചിലപ്പം സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്സ് പഠിപ്പിക്കുന്ന ഒരുവിധം എല്ലാ മതങ്ങളെ നമ്മൾ കുറ്റം പറയും. ഹിന്ദുയിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, ജൈനിസം, ബുദ്ധിസം ഒഴിച്ചു പോകുന്ന എല്ലാ മതങ്ങളെ നമ്മൾ അതിനകത്ത് കുറ്റം പറയുന്നുണ്ട്. ബിക്കോസ് അവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് അങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നിട്ടില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ മെയിൻസ് പരീക്ഷയിലെ ചോദ്യങ്ങൾ എന്താണ്? എങ്ങനെയാണ് ഇന്ത്യൻ നവോത്ഥാനം സ്ത്രീകൾക്ക് പുതിയൊരു വ്യക്തിത്വം കൊടുത്തതെന്നാണ് ചോദ്യം. അപ്പൊ അത് നമ്മൾ പറയുമ്പോൾ എക്രോസ് റിലീജിയൻ, എല്ലാ റിലീജിയനും സ്ത്രീകൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ പറ്റി പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെ കേസ് പോലെയുള്ള ഒരു ബ്യൂറോക്രാറ്റിക് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ആ ഒരു സെക്യുലർ അല്ലെങ്കിൽ മതനിരപേക്ഷമായിട്ടുള്ള മൈൻഡ് കുറച്ച് ഉയർന്ന തലത്തിൽ ചിന്തിക്കാനും ഇവിടെ റെഡിയായിട്ട് വരണം, അല്ലെ? അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ച് മനസ്സിലാവും ഇതിനകത്ത് ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അവിടെ വീഴുന്ന ഒരു മാർക്കാം. അപ്പോ ഈ ചോദ്യകർത്താവിന് ഒരു പക്ഷേ ഈ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നെങ്കിലോ, ഓക്കെ, ഈ കക്ഷി എങ്ങനെയാണ് റിലീജിയസ് ആയിട്ട് ചിന്തിക്കുന്ന വ്യക്തിയാണോ അല്ലയോ നമ്മൾ ചിന്തകളുണ്ട്, ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലോ ആലോചിക്കുക. നമ്മൾ ക്ലാസ് പഠിക്കുന്ന ഒരു കാര്യമാണ് കാസ്റ്റ് സിസ്റ്റം. ഏർലി വേദിക് പീരീഡിൽ ഒരു സ്ട്രക്ചേർഡ് ഓർഡർ ഓഫ് സൊസൈറ്റിയെ പറ്റിയാണ് സംസാരിച്ചത്. ലേറ്റർ വേദിക് പീരീഡിലേക്ക് വന്നപ്പോഴത്തേക്കും അത് ഭയങ്കര മോശപ്പെട്ട ഒരു സിസ്റ്റമായിട്ട് അധപ്പതിച്ചു. ഗാന്ധിജി സപ്പോർട്ട് ചെയ്തത് ആ ഒരു ഏൻഷ്യന്റ് പണ്ട് കാലത്തെ കാസ്റ്റ് സിസ്റ്റത്തിനെയാണ്. പക്ഷെ പിന്നീട് എന്ത് പറ്റി? അത് മിസ്യൂസ് ചെയ്യപ്പെട്ട് പല പല ഇഷ്യൂസിലേക്ക് വന്നു. അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ, അത് മറ്റൊരു വലിയൊരു ടോപ്പിക്കാണ്. പക്ഷേ നമ്മുടെ ചിന്തയുടെ ചക്രവാളം വികസിപ്പിക്കുമ്പോഴത്തേക്കും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതിന് ഉത്തരം എന്ത് വരും? 37 ഉത്തരം എന്ത് വരും? സി എന്നൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റി. ഞാൻ ഗ്രാജുവൽ ആയിട്ട് നിങ്ങളുടെ ഒരു തോട്ട് പ്രോസസ്സിനെ ഒന്ന് എലിവേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ആദ്യത്തെ ചോദ്യം കണ്ണടച്ച കറക്കി കുത്താം. രണ്ടാമത്തെ ചോദ്യം കുറച്ചും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം കറക്കി കുത്താൻ, അല്ലെ? കുറച്ചും കൂടി ചിന്തിക്കണം. ഇനി അടുത്ത ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് പ്രസന്റ് ചെയ്യാം. ഈ ഒരു ചോദ്യത്തിന്റെ അപ്രോച്ച് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതൊരു അത്യാവശ്യം നല്ലൊരു പരീക്ഷയാണ്. അപ്പൊ നമ്മൾ ഉയർന്ന തലത്തിൽ തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകണം. ഓക്കെ, 23ാമത്തെ ചോദ്യം ഒന്ന് നോക്കിയേ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. നമ്മുടെ സിലബസിലുള്ളതാണ്. കൊളോണിയലിസം ആൻഡ് ഡീകൊളോണിയലിസം. എങ്ങനെയാണ് കോളനികൾ വളർന്നത്, എങ്ങനെയാണ് കോളനികൾ നശിച്ചത്, അല്ലെങ്കിൽ കോളനികൾ സ്വാതന്ത്ര്യത്തിലേക്ക് പോയത് എങ്ങനെയാണ്, അതൊക്കെ നമുക്ക് പഠിക്കേണ്ട ഏരിയാസ് ആണ്. അപ്പൊ അവിടെ നിന്നുള്ള ഒരു 3 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓരോ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഭയങ്കര കട്ടി സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ തോന്നും, തലവേദന എടുക്കും, പ്രശ്നമാണ്, കോൺഫിഡൻസ് എല്ലാം പോയി. പക്ഷെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിച്ചോ. These struggles were won only by means of force and violence. അതായത് കൊന്നും കൊലവിളിച്ചും അല്ലെങ്കിൽ ബലം ഉപയോഗിച്ചും വയലൻസ് അത് ഉപയോഗിച്ചുമാണ് എല്ലാ രാജ്യങ്ങളും കൊളോണിയലിസത്തിൽ നിന്ന് മുക്തമായെന്നാണ് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് ആലോചിക്കുന്നത്. ഗാന്ധിജി രാഷ്ട്രപിതാവായ ഒരു രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത്.
ഇന്ത്യ കോളനി വിമുക്തമായത്, അതായത് ബ്രിട്ടൻ എന്ന രാജ്യത്ത് നിന്ന് ഇന്ത്യ കോളനി വിമുക്തമായത് കൊന്നും കൊലൊടിച്ചിട്ടുമാണോ? ഇപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ഇതിൽ ഉള്ളി എന്നൊരു വാക്കുണ്ട്, ഉള്ളി എന്നൊരു വാക്കുണ്ട്. അതായത് വയലൻസ് ഉപയോഗിച്ച് മാത്രമാണ് എല്ലാ രാജ്യങ്ങളും കോളനിവൽക്കത്തിൽ നിന്ന് മുക്തമായെന്നാണ് പറയുന്നത്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയെ സംബന്ധിച്ച് ശരിയാണോ? 6ാം ക്ലാസ്സുകാരുടെ പോയി ചോദിച്ചു കഴിഞ്ഞാലും ഇത് തെറ്റാന്ന് അയാൾ പറയും. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, കാരണം ഇന്ത്യ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് അല്ലെ. അപ്പോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ എ പോയി, ടി പോയി, ബിഒ സിഒ മാത്രം ഉത്തരവാദിത്തമുള്ളൂ. രണ്ടിലും സ്റ്റേറ്റ്മെന്റ് 1 ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് 1. അപ്പോ പഠിച്ചില്ലെങ്കിൽ പോലും സ്റ്റേറ്റ്മെന്റ് 1 ശരിയാന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ എലിമിനേഷൻ ടെക്നിക്സ് യൂസ് ചെയ്ത് നിങ്ങൾ 50-50 ചാൻസിലേക്ക് എത്തി. 50-50യിലേക്ക് വന്നാൽ കുത്തിക്കണം എന്ന് വെച്ചാൽ ആഴത്തിൽ പഠിച്ചിട്ടാണ് നിങ്ങൾ പോകണം. ഇത് എളുപ്പപ്പണിയല്ല. ബിക്കോസ് നിങ്ങൾ ഈ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇത് എങ്ങനെയാണ് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ പറ്റുക? ഇത് ഏത് ടെക്സ്റ്റ് എന്നുള്ള ചോദ്യമാണ്. നമ്മുടെ ബാച്ചസിൽ വേൾഡ് ഹിസ്റ്ററി എടുക്കുന്നത് ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ സബ്ജക്ട് നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സിംഗിൾ ടെക്സ്റ്റ് നിന്ന് വേൾഡ് ഹിസ്റ്ററി നിങ്ങൾക്ക് പഠിപ്പിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ഒരു 6-7 സോഴ്സ് വെച്ചാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് ഇഗ്നോ എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ ഓപ്പൺ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റിൽ നിന്നാണ്. ഇഗ്നോയുടെ വേൾഡ് ഹിസ്റ്ററി ടെക്സ്റ്റ് ഉണ്ട്, നോക്കിയേ, പാറ്റേൺസ് ഓഫ് ആന്റി കൊളോണിയൽ സ്ട്രഗിൾ. ഇത് വളരെ കൃത്യമായി കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ദാറ്റ് ഈ പറഞ്ഞ അച്ചീവ് സക്സസ് ഇൻ ഇത് കൃത്യമായി ആദ്യമേ ഏഷ്യയിലാണ് അല്ലെ, ഏഷ്യയിലാണ് ഇതിന്റെ ആന്റി കൊളോണിയൽ സ്ട്രഗിളിന്റെ സക്സസ് ആദ്യമായി വന്നിട്ടുള്ളത്. പിന്നെയാണ് ആഫ്രിക്കയിൽ നിന്ന്. ഈ സ്റ്റേറ്റ്മെന്റ് ഇതേപോലെ കോപ്പി ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തിയിട്ടാണ് ചോദ്യം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഒരു ഹൈലൈറ്റ് മനസ്സിലായോ പിള്ളേരെ? നിങ്ങൾക്ക് അതിന്റെ ഒരു രസം മനസ്സിലായോ? അപ്പൊ ഈ ടെക്സ്റ്റിൽ നിന്ന് അടുത്ത പ്രാവശ്യം ചോദ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ ടെക്സ്റ്റ് അരച്ചു കലക്കി അങ്ങ് പഠിക്കാം. ഇത് വായിച്ചു പഠിക്കുക. വളരെ സിമ്പിൾ ടെക്സ്റ്റ് ആണ്. ഇഗ്നോയുടെ ടെക്സ്റ്റുകൾ വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ലെയ്മാൻ ലാംഗ്വേജിലാണ് ഹിസ്റ്ററി ടെക്സ്റ്റ് ഒക്കെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോ ഇത് പഠിക്കണം. അപ്പൊ നമുക്ക് എന്ത് വരും? ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലാകും. അപ്പൊ ഇതിന്റെ ഉത്തരം എന്ത് വരും? 23 ഉത്തരം ബി ആണ് അല്ലെ. അപ്പൊ കറക്കി കുത്തിക്കൊണ്ട് മാത്രം ഇതിന്റെ കാര്യമുണ്ടോ? കറക്കി കുത്തി തന്നെ ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ സ്റ്റുഡൻസിന് എലിമിനേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് മാത്രം ഇത്ര മാർക്ക് കിട്ടുന്നു. അപ്പൊ ഒന്ന് ആഴത്തിലിറങ്ങി പഠിക്കുകയും കൂടെ ചെയ്താലോ? ഇതൊക്കെ വലിയ മലമറിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ ഒരു എക്സ്റ്റേണൽ ഹെക്ടിക് ടാസ്ക് അല്ല. ഒന്ന് മനസ്സിൽ വെക്കുവാണെങ്കിൽ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ആ രീതിയിൽ പഠിച്ചു തുടങ്ങാം. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ പതുക്കെ പതുക്കെ ഒന്ന് ബൂസ്റ്റ് ആവുന്നുണ്ടോ? ഇതൊക്കെ തിരിച്ചറിഞ്ഞ ആൾക്കാരാണ് പഴയ KAS ടോപ്പേഴ്സ്. അവരാരും അന്യഗ്രഹ ജീവികളല്ല. ഇതൊക്കെ അവർ തിരിച്ചറിഞ്ഞ് പഠിച്ചിരുന്നു. നിങ്ങളും ആ ഒരു ലെവലിൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പഠിക്കുക എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു ചോദ്യം. നമുക്ക് ഇതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്ത് എന്ത് ചെയ്യാം, മെയിൻസിന്റെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഇത് ഒന്ന് നോക്കിയേ. ഈ ചോദ്യം നിങ്ങൾ PSC പഠിച്ചിട്ടേ ഇല്ലെന്ന് തന്നെ സങ്കല്പിക്കാം. PSC എന്താണെന്ന് ഒന്നും അറിയത്തില്ല. ഈ ചോദ്യം കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. പഠിച്ച് തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ചോദ്യം നോക്കിയേ. വാട്ട്സ് ദ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് റിഗാർഡിംഗ് ഫെഡറലിസം ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ഫെഡറലിസത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്ത്? ഇതാണ് ചോദ്യം. 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതുമാതിരി ടങ് ട്വിസ്റ്റർ തോന്നുന്നില്ലേ? ലോറി റാലി പോലെ ഒരു ലോറി എന്ന് പറയുന്ന പോലെ. ഇതാണ് ഇന്ത്യൻ ഫെഡറലിസം ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. സ്റ്റേറ്റ്മെന്റ് 2 സ്റ്റേറ്റ്സ് ഇറ്റ്സ് an indestructible യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. ഇത് എന്താണിത്? ടങ് ട്വിസ്റ്റർ ആണ്. പണ്ട് കളിക്കുടുക്കൽ വരുന്ന പോലെ നാക്കുളുക്കും ഇതൊക്കെ വായിക്കുന്നു അല്ലെ. പക്ഷെ നിങ്ങൾ കോമൺ സെൻസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2ഉം പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. ഇവിടെ പറയുന്നു ഇന്ത്യൻ ഫെഡറലിസം. ഫെഡറലിസം എന്താണെന്ന് പോലും നിങ്ങൾക്ക് അറിയത്തില്ലെന്നിരിക്കട്ടെ, എന്താണെന്ന് അറിയത്തില്ല. ചക്കായോ മാങ്ങയോ അങ്ങനെ എന്തെങ്കിലും സംഘടിപ്പിച്ചാലും മതി. ഇന്ത്യൻ ഫെഡറലിസം ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ് ഇവിടെ പറയുന്നു. തൊട്ട് താഴെ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്. അപ്പൊ ഇത് രണ്ടും പരസ്പരം ഓപ്പോസിറ്റ് അല്ലേ പറയുന്നത് പിള്ളേരെ? ഒന്ന് നോക്കിയേ. ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് 1 സ്റ്റേറ്റ്മെന്റ് 2 ഇതിന് ഒരുമിച്ച് ശരിയാവാൻ പറ്റും, ഇതിന് ഒന്നല്ലേ ശരിയാവാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായി സ്റ്റേറ്റ്മെന്റ് 1ഉം സ്റ്റേറ്റ്മെന്റ് 2 വന്നിട്ടുള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തു. സി എലിമിനേറ്റ് ചെയ്തു, ഡി എലിമിനേറ്റ് ചെയ്തു. അല്ല, നമ്മൾ യു ഷുഡ് സീ ഫ്രം ദ പെർസ്പെക്ടീവ് ഓഫ് എ ഗെയിം. ഒരു ഗെയിം, ഒരു ക്രിക്കറ്റോ ഫുട്ബോളോ അല്ലെങ്കിൽ സുഡോക്കോ കളിക്കുന്ന പോലെ ഒരു എന്റർടൈൻമെന്റ് പെർസ്പെക്ടീവ് നിങ്ങൾ ചോദ്യങ്ങൾ സോൾവ് ചെയ്ത് തുടങ്ങണം. അപ്പൊ നിങ്ങൾ സ്ട്രെസ് മാറും, കൂടുതൽ എന്താ പറയാ ആസ്വദിച്ച് പഠിക്കാൻ പറ്റും. ഇതിന് ഉത്തരം ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി മാത്രമേ വരത്തുള്ളൂ. എയിലും ബിയിലും 3ഉം ഉണ്ട്, 4ഉം ഉണ്ട്. 3ഉം 4ഉം നിങ്ങൾ വായിച്ച പോലും നോക്കാതെയാണ് അത് ശരിയാണെന്നുള്ള കൺക്ലൂഷനിലേക്ക് എത്തിയത്. ഇപ്പൊ 3, 4 എന്താണ്? ഫെഡറലിസം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പരാമർശിക്കുന്നില്ല. അങ്ങനെ ഒരു വാക്കിനെ എവിടെയും പരാമർശിക്കുന്നില്ല.
പാർലമെന്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. പിന്നെ അടുത്ത ചോദ്യം സ്റ്റേറ്റ്മെന്റ് 1 ആണോ സ്റ്റേറ്റ്മെന്റ് 2 ആണോ ശരി എന്നുള്ളതാണ്. അത് ലക്ഷ്മികാന്ത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് ആൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്. ഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്സ്, യെസ് ദാറ്റ്സ് റൈറ്റ്. അപ്പൊ ഇതിൽ ഉത്തരം എ ആണ് അല്ലെ. 42 ഉത്തരം എ ആണ്. ഇതിന് തിയറി നിങ്ങൾ പഠിക്കണം. അമേരിക്ക എന്ന് വെച്ചിരുന്നത് അമേരിക്ക, ട്രംപിന്റെ അമേരിക്ക. അമേരിക്ക ഈസ് എ യൂണിയൻ ഓഫ്, ഇറ്റ്സ് എൻ ഇൻഡിസ്ട്രക്റ്റബിൾ യൂണിയൻ ഓഫ് ഇൻഡിസ്ട്രക്റ്റബിൾ സ്റ്റേറ്റ്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ ഒക്കത്തില്ല, അതിന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റുകളെ ഡിസ്ട്രോയ് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ ഇന്ത്യയുടെ ഉള്ളിലോ, ഇന്ത്യ മഹാരാജ്യത്തെ ഡിസ്ട്രോയ് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ നാളെ കേരളത്തിനെ വേണമെങ്കിൽ ഇന്ത്യനെ മാപ്പ് ചെയ്ത് തുടച്ചു നീക്കാം. സ്റ്റേറ്റ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ഒക്കും. പാർലമെന്റ് ചുമ്മാ പോയി ഒരു നിയമം പാസ്സാകുന്ന ലാഘവത്തിൽ ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുകയാണെങ്കിൽ നാളെ കേരളം ഉണ്ടാവത്തില്ല. വേണമെങ്കിൽ കേരളത്തിനെ ഗുജറാത്തിന്റെ ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്യാം. ബൗണ്ടറീസ് ക്യാൻ ബി ചേഞ്ച്, നെയിംസ് ക്യാൻ ബി ചേഞ്ച്. സംസ്ഥാനങ്ങളുടെ അവസ്ഥ അതാണ് ഇന്ത്യൻ ഫെഡറൽ സ്ട്രക്ചറിൽ. ഇതൊക്കെ ലക്ഷ്മികാന്ത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. നാളെ തമിഴ്നാടിന്റെ പേര് മാറ്റി കോതമംഗലം എന്നാക്കാം, ഒരു പ്രശ്നമില്ല. വൈ? ബിക്കോസ് സ്റ്റേറ്റ്സ് ക്യാൻ ബി ഡിസ്ട്രോയിഡ്. ജമ്മു ആൻഡ് കാശ്മീർ ആണ് ബെസ്റ്റ് എക്സാമ്പിൾ. യെസ്, വെരി ഗുഡ്. അപ്പോ അതെ, അത്രേ ഉള്ളൂ ഇന്ത്യയിലെ കാര്യം. അപ്പൊ ഈ ഒരു തിയറി നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് കുറച്ച് കറക്കിക്കുത്താനും കൂടെ പഠിച്ചുകൊണ്ട് പരീക്ഷ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ അപ്രോച്ച് ചെയ്യാൻ ധൈര്യപ്പെടുന്ന ആൾക്കാർ പോലും കുറവാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അവസരങ്ങളുണ്ട്. ബിക്കോസ് നിങ്ങൾ കാര്യം ശ്രദ്ധിച്ചറിയാം, കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അല്ലെങ്കിൽ കമ്പനി ബോർഡ്, കഴിഞ്ഞ സബ് ഇൻസ്പെക്ടർ, ഈ പരീക്ഷകളിലൊക്കെ നല്ല റാങ്ക് വാങ്ങിച്ച പല ആൾക്കാരും KAS സ്വപ്നം കണ്ടുകൊണ്ട് പരീക്ഷയിലേക്ക് വന്ന ആൾക്കാരാണ്. പക്ഷെ KAS നീണ്ടു പോയി. പക്ഷെ അന്ന് KASന് വേണ്ടി നടത്തിയ പ്രിപ്പറേഷൻ അവരെ ആ ലെവലിൽ മോൾഡ് ചെയ്തു. അപ്പൊ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, KAS പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. നിങ്ങളുടെ തലച്ചോറും ചിന്താഗതിയും അനലിറ്റിക്കൽ എബിലിറ്റിയും പ്രോബ്ലം സോൾവിങ് എബിലിറ്റിയും ഒക്കെ ആ രീതിയിലേക്ക് മാറും. ഇപ്പൊ എന്തായാലും ഇന്നിപ്പോ പരീക്ഷ വന്നല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനുവേണ്ടി പഠിപ്പിക്കുന്ന ഒരു നഷ്ടമില്ല അല്ലെ. ഇന്ന് കേരള PSC ഷൈൻ ചെയ്ത റാങ്ക് ഹോൾഡേഴ്സ് പലരും KAS എന്ന സ്വപ്നം കണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. പക്ഷെ അന്ന് നീണ്ടങ്ങ് പോയി. അവരിപ്പം ജോലിയിലും കയറി, അവർക്ക് പഠിക്കാനും സമയമില്ല KASന് വേണ്ടി. പല ആൾക്കാരും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞ വിഷമം അതാണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു സ്മാർട്ട് സ്ട്രാറ്റജി, എങ്ങനെയാണ് നമ്മൾ ആഴത്തിൽ പഠിക്കേണ്ടത്, എങ്ങനെയാണ് കറക്കി കുത്തേണ്ടത് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അതിനോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു മഹാസത്യം, ഞാൻ ഇതൊക്കെ പറഞ്ഞതിനാണ് ഞാൻ പല സ്ഥലത്തും വിമർശനങ്ങൾ നേരിടുന്നത്. സിവിൽ സർവീസസ് എന്നുള്ള ചോദ്യങ്ങൾ കേരള PSCയിൽ വരുന്നു. ഞാൻ ഒരു വർഷം മുമ്പ് പറഞ്ഞപ്പോൾ എല്ലാവരും ട്രോളി. അന്ന് നമ്മളെ കളിയാക്കിയ ആൾക്കാർ ഇന്നത് അനുകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തൊട്ടുമുമ്പ് പറഞ്ഞ കാര്യങ്ങളും പലരും ഇനി എതിർക്കും. കുറച്ച് കഴിയുമ്പോൾ അവർ തന്നെ ഇത് അനുകരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. നാളെ നിങ്ങൾക്ക് കാണാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്ട്രീം 2-ലോ 3-ലോ ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കഴിഞ്ഞ ഈ സിവിൽ സർവീസസിന്റെ പ്രിലിംസിലെ കഴിഞ്ഞ 10 വർഷത്തെ ചോദ്യ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് പോയാൽ തന്നെ ചറവറാന്ന് ചോദ്യങ്ങൾ കിട്ടും. ഡയറക്ട്ലി കിട്ടിയില്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി കിട്ടും. ഈ ഒരു ചോദ്യം നോക്കി, കഴിഞ്ഞ KASനകത്ത് ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിരുന്നു പ്രിലിംസിലെ. ഈ ചോദ്യം ഇതേപോലെ സിവിൽ സർവീസസ് പ്രിലിംസിൽ എന്റെ ഓർമ്മയിൽ 2 പ്രാവശ്യം മിനിമം വന്നിട്ടുണ്ട്. സെയിം ക്വസ്റ്റ്യൻ. ഇതിൽ എത്ര ചോദ്യങ്ങളാണെന്നറിയോ പ്രിലിംസിനകത്ത്, സിവിൽ സർവീസസ് പ്രിലിംസിൽ നിന്ന് നമുക്ക് വന്നിട്ടുള്ളത് KS പ്രിലിംസിനകത്ത്. പക്ഷെ ഇനി കളി മാറാൻ പോവുകയാണ്. ഇനി നമ്മൾ നോക്കേണ്ടത് കർണാടക അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, രാജസ്ഥാൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഉത്തർപ്രദേശ് PSC, തമിഴ്നാട് PSC, ഇത്തരം PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ്. അത് ധാരാളം ക്വസ്റ്റ്യൻസ് ഇപ്പൊ ആ ഒരു ലെവലിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല ചോദ്യങ്ങളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് തമിഴ്നാട് PSCയിലൊക്കെ LDCയുടെ ക്വസ്റ്റ്യൻസ് എടുത്ത് വർക്ക്ഔട്ട് ചെയ്യണം. നല്ല രസമാണ്, ഭയങ്കര എന്താ പറയാ, നല്ല രസമാണത്. എക്സാക്ട് ഇപ്പൊ ഈ ICDS പരീക്ഷയിൽ പോലും, ICDS പരീക്ഷയിൽ പോലും നമുക്ക് ചോദ്യങ്ങൾ വന്നിരുന്നു. ഞങ്ങളുടെ ബാച്ചിൽ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. തുടക്കത്തിൽ ഭയങ്കര പ്രശ്നമായിരുന്നു. തുടക്കത്തിൽ ഞങ്ങൾ UPSC ക്വസ്റ്റ്യൻസ് ഒക്കെ ബാച്ചസിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഭയങ്കര വിമർശനങ്ങളാണ്. എന്തിനാ ഇത്രയൊക്കെ ചെയ്യുന്നത്, ഓവർ അല്ലേ എന്ന് ചോദിച്ചിട്ട്. പിന്നെ ഒരു പരീക്ഷ കഴിഞ്ഞു, 2 പരീക്ഷ കഴിഞ്ഞു, 3 പരീക്ഷ കഴിഞ്ഞു, ചെറവറാന്ന് അവിടെ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടപ്പോൾ ഇപ്പൊ ആർക്കും ഒന്നും സംസാരിക്കില്ല. ഇപ്പം UPSC ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ കിട്ടിയില്ലെങ്കിലാണ് അവർക്ക് വിഷമം. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ പുതിയ പാറ്റേണിൽ പഠിക്കാനുള്ള മെന്റാലിറ്റി എപ്പോഴും ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കണം. കാര്യം UPSC കുട്ടികൾക്ക് PSCയിൽ ഒരു മുൻകൈ ഉണ്ടായിരുന്നു പല സാഹചര്യത്തിലും. പക്ഷെ ഇപ്പം PSC കുട്ടികൾ ആ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഒരു കോമ്പറ്റീഷനിൽ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം. ഇതിന്റെയൊക്കെ ചോദ്യപേപ്പർ എല്ലായിടത്തും കിട്ടും, ചുമ്മാ ഡൗൺലോഡ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്താൽ പോരെ. നിങ്ങൾക്ക് ഒരു പാറ്റേൺ നോക്കിയാൽ അറിയാം. കഴിഞ്ഞൊരു 3 വർഷം മുമ്പ് വരെ UPSC ഹെജമണി ഭയങ്കരമായിരുന്നു. UPSC പിള്ളേർക്ക് പെട്ടെന്ന് കിട്ടി പോയിരുന്നു. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് PSCക്ക് വേണ്ടി കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുന്ന പിള്ളേരാണ് ടോപ്പ് റാങ്ക് അടിക്കുന്നത് അല്ലെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന്റെ റീസൺ പുതിയ പാറ്റേണിലേക്ക് PSC ക്രൗഡ് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ UPSC ക്വസ്റ്റ്യൻസ് കറക്റ്റ് വർക്ക്ഔട്ട് ചെയ്തോളൂ. ഇഷ്ടംപോലെ ചോദ്യങ്ങൾ പ്രിലിംസ് അവിടുന്ന് കിട്ടും. ഇനി നമുക്ക് മെയിൻസിന്റെ കാര്യം നോക്കിയാലോ.
മെയിൻസ്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് മെയിൻസ്, ഇതാണല്ലോ എല്ലാവർക്കും ഏറ്റവും തലവേദനയുള്ള, ഏറ്റവും ഭയപ്പാടുള്ള, പാനിക് ആവുന്ന പേപ്പർ. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ കുട്ടികളെ, നിങ്ങൾ പ്ലസ് ടു വരെ, ഡിഗ്രി വരെ നിങ്ങൾ പിന്നെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? നിങ്ങൾ എം സി ക്യൂസ് ഒക്കെ കണ്ടു തുടങ്ങിയിട്ട് നിങ്ങൾ ഇന്നലെ മുതലാണ് എം സി ക്യൂസ് കണ്ടു തുടങ്ങിയത്. ഡിഗ്രിക്ക് ശേഷം മത്സര പരീക്ഷകൾ തയ്യാറെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷമല്ലേ ആവുന്നുള്ളൂ എല്ലാവരും. അന്ന് മുതലാണ് നിങ്ങൾ എം സി ക്യൂസ് കണ്ടു തുടങ്ങിയത്. അതിന് മുമ്പ് നിങ്ങൾ എഴുത്ത പരീക്ഷയുടെ ആൾക്കാരായിരുന്നു. ഒന്നാം ക്ലാസ് തറ പറ അല്ലെങ്കിൽ എൽ കെ ജി തറ പറ എന്ന് എഴുതി പഠിച്ച് ഗ്രാജുവേഷൻ, 10th, പ്ലസ് ടു, ഡിഗ്രി ലെവലിൽ മാസ്റ്റേഴ്സിനൊക്കെ നിങ്ങൾ എഴുത്ത പരീക്ഷയിൽ കൂടെ പോയ പിള്ളേരാണ് നിങ്ങൾ. നിങ്ങളുടെ സ്കിൽ ഇരിക്കുന്നത് നിങ്ങളുടെ എന്താ പറയാ ഒരു അനലിറ്റിക്സ് ഇരിക്കുന്ന എഴുത്ത പരീക്ഷ തന്നെയാണ്. സോ അതിനെപ്പറ്റി ടെൻഷൻ അടിക്കണ്ട. എഴുത്ത പരീക്ഷ നിങ്ങൾ ഓൾറെഡി എക്സ്പേർട്ട് ആയിട്ടുള്ള വ്യക്തികളാണ്. എം സി ക്യൂസ് ഒക്കെ നിങ്ങൾ ഇന്നലെ മുതലാണ് കണ്ടു തുടങ്ങിയത്. ഈ എഴുത്ത പരീക്ഷയുടെ ഗുണം എന്താണെന്ന് അറിയോ? ഉത്തരം എഴുതിയ മാർക്ക് കിട്ടും. മറ്റേതൊരു ക്യാൻസൽ ആവില്ല. എം സി ക്യൂസ് പോലെ ക്യാൻസൽ ആയി പോകില്ല. ചിലപ്പോൾ എം സി ക്യൂസ് ഡിലീഷൻ പോകില്ലേ. പക്ഷെ എഴുത്ത പരീക്ഷയുടെ ഗുണം അതാണ്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സിനകത്ത് ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആവില്ല. നമ്മൾ ബേസിക് പോയിന്റ് എഴുതി വെച്ചാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഞാനിപ്പോ ഇതിനകത്ത് മെയിൻസിന്റെ ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു അപ്രോച്ച്, ടാക്ടിക്സ്, തന്ത്രങ്ങൾ എന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോ നിങ്ങൾക്ക് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് ഒക്കെ ഞങ്ങൾ തരാൻ കേട്ടോ. യൂട്യൂബിൽ കൂടെ ഫ്രീ ആയിട്ട് തന്നെ ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസ് കിട്ടും. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒന്ന് മെന്റാലിറ്റി റെഡിയാക്കുന്നുള്ളതാണ്. ഇത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നുള്ള മെന്റാലിറ്റി റെഡി ആയിട്ട് ഇരിക്കാന്നുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ട് എന്റെ സൈഡിൽ നിന്നുണ്ടായിരിക്കും. ആ ഒരു മെന്റാലിറ്റി റെഡി അല്ല എന്നുണ്ടെങ്കിൽ ഒരു അധ്യാപകം എന്നുള്ളത് ഞാൻ പിന്നെ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ആ ഒരു മെന്റാലിറ്റിയിലേക്ക് എത്തണം. ഈ ചോദ്യം അതിന് ഉദാഹരണമാണ്. യെസ്, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്കും ഇല്ല. അത് നിങ്ങൾ ആലോചിക്കണം. എം സി ക്യൂവിന് നെഗറ്റീവ് മാർക്ക് ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷ നെഗറ്റീവ് മാർക്ക് ഇല്ല. നിങ്ങൾ ചോദ്യത്തിൽ എന്തെങ്കിലും എഴുതി വെച്ചൊരു 1/4 മാർക്ക് എങ്കിലും തന്നേ പറ്റത്തുള്ളൂ, അല്ലെ? അങ്ങനെ ഒരു ഹൈലൈറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ യു പി എസ് സി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. നമ്മൾ ഇതിനെ യു പി എസ് സി ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നത്. നമ്മൾ പി എസ് സിയെ പറ്റിയല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ചക്കയെ പറ്റി പറയുമ്പോൾ മാങ്ങയെ പറ്റി പറയുന്നുണ്ടോ? ബിക്കോസ് സിവിൽ സർവീസസിനകത്തെ കഴിഞ്ഞ 1980s മുതലുള്ള ചോദ്യ പേപ്പറുകളിൽ നിന്നാണ് കഴിഞ്ഞ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പരീക്ഷയിൽ പല കൺവെൻഷണൽ ക്വസ്റ്റ്യൻസ് വന്നത്. ഉദാഹരണം 2007 സിവിൽ സർവീസിൽ ചോദിച്ചു, എന്താണ് ഭരണഘടന? വാട്ട്സ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? വാട്ട് ആർ ദ മെയിൻ സോഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അതേപോലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ സെയിം പരീക്ഷ 3 മാർക്കിന് ചോദിച്ചു, എന്യൂമറേറ്റ് ദ ഡെഫിനിഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ടുപേരും ഒറ്റ ചോദ്യമല്ലേ? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സിവിൽ സർവീസസ് മെയിൻസ് പരീക്ഷയിൽ കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ ചോദ്യങ്ങൾ വന്നിരുന്ന ഇതേ രീതിയിൽ കെ എസിന്റെ പോലെ അതേ പാറ്റേണിൽ 3 മാർക്ക് 5 മാർക്കൊക്കെ ആയിരുന്നു. ഇപ്പോ വർഷങ്ങളായിട്ട് 10 മാർക്ക് 15 മാർക്ക് എസ് ഐ ടൈപ്പ് ആണ് ഇപ്പോൾ സിവിൽ സർവീസസ് മെയിൻസ് ചോദിക്കുന്ന ചോദ്യങ്ങൾ. പക്ഷേ ഒരു 20 കൊല്ലം മുമ്പ് അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ ഇന്നത്തെ കെ എസ് പരീക്ഷയിൽ കാണുന്ന പാറ്റേണിലുള്ള 2 മാർക്ക് 3 മാർക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് അന്ന് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു അക്ഷയ ഖനിയാണ്. ഇതൊക്കെ എല്ലായിടത്തും കിട്ടുന്നതാണ്. ജസ്റ്റ് ഒരു യു പി എസ് സി മെയിൻസ് പി വൈ ക്യൂസിന് ടെക്സ്റ്റ് വാങ്ങിച്ചു വെച്ച് പഠിച്ചാലും മതി. ഞാൻ അന്ന് അങ്ങനെ ചെയ്തത്. കാര്യം 2 മാസം അതിന്റെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. വാങ്ങിച്ചിട്ട് ഞാൻ കാണാനങ്ങ് പഠിച്ചു. അപ്പൊ അതിന് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇതുപോലെ ഡയറക്റ്റ് ഇങ്ങനെ വരികയും ചെയ്തത് മെയിൻസ് പരീക്ഷയ്ക്ക്. അപ്പൊ മറ്റൊരു ചോദ്യം, കഴിഞ്ഞ കെ എസ് പരീക്ഷയിലെ ചോദ്യം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ മാർഗനിർദ്ദേശക തത്വങ്ങളുടെ സ്കോപ്പ് എന്താണ്? അത് തന്നെയാണ് ഇമ്പോർട്ടൻസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. സിവിൽ സർവീസിന് സെയിം ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 19(2) ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അല്ലെ? നമ്മുടെ സംസാര സ്വാതന്ത്ര്യത്തിന് ഉള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അത് തന്നെയാണ് സിവിൽ സർവീസസിൽ 2000 സംതിങ്ങിൽ ചോദിച്ചത്. സിവിൽ സർവീസിലെ ചോദ്യമാണ്. അപ്പോ യു പി എസ് സി ക്വസ്റ്റ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കേസിൽ മാത്രമല്ല, എക്കണോമിക്സ്, ജോഗ്രഫി, പല പരീക്ഷയിൽ ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾക്കൊക്കെ നിങ്ങൾ എവിടുന്ന ഉത്തരം കണ്ടെത്തേണ്ടത്? ഇതൊക്കെ ഏത് ടെക്സ്റ്റ് പോയി ഇതൊക്കെ ഇഗ്നോ പോയി വായിക്കണോ? വേണ്ട. മെയിൻസ് പരീക്ഷയുടെ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ അനലിറ്റിക്കൽ സ്കില്ലാണ് കൂടുതൽ ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ എൻ സി ആർ ടീസ് മാത്രം മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ട് പോയാലും പല ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. കുറച്ച് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റുകൾ ഉണ്ട്. ഇനി അതിലേക്ക് വരാം. അപ്പം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ലളിതമാണ് മെയിൻസ് പരീക്ഷ എന്നുള്ളത്. നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും പ്ലസ് ടു പാസ്സായതാണല്ലോ. പ്ലസ് ടു ലെവൽ എൻ സി ആർ ടീസ് എത്ര റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അറിയോ മെയിൻസിന്? ഈ ഒരു ചോദ്യം നോക്കിയേ. കഴിഞ്ഞ കെ എസിന്റെ ചോദ്യമാണ്, വൈ ദി ട്രോപ്പോസ്ഫിയർ ഈസ് കോൾഡ് മെട്രോളജിക്കലി സിഗ്നിഫിക്കന്റ് ലെയർ? നമുക്കറിയാം സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ നമ്മുടെ സിലബസിനകത്തുണ്ട്, അല്ലെ? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, അല്ലെ? എക്സോസ്ഫിയർ നമ്മൾ പഠിക്കണം. എന്തുകൊണ്ടാണ് ഇത്രയും ലെയർ ഉണ്ടായിട്ടും ട്രോപ്പോസ്ഫിയറിനെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെയർ എന്ന് വിളിക്കുന്നത്?
അത് തന്നെയാണ് NCERT കൊടുത്തിട്ടുള്ളത്. Troposphere is the most important layer of the atmosphere. Its average height is 13 kilometers. Air we breathe exists here. Almost all weather phenomena like rainfall, land, storms, all things exist here. നമ്മൾ ജീവിക്കുന്ന ട്രോപ്പോസ്ഫിയറിലാണ്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന സ്ഥലമല്ലേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ NCERT ഡയറക്ട്ലി പിക്ക് ചെയ്ത ഒരു ചോദ്യമാണത്. പിന്നെ കുറച്ച് അസോസിയേറ്റഡ് ഫാക്ടറുകൾ സ്കാറ്റർ ചെയ്ത് പല സ്ഥലത്ത് NCERT നമ്മൾ കൺസോൾട്ടേറ്റ് ആൻസർ ചെയ്തേ മതി. ഒരു 3 മാർക്ക് ചോദ്യം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് NCERT പോയിന്റ് മാത്രം എഴുതി വെച്ചാൽ മതി. കാര്യം ചോദ്യകർത്താവിന്റെ കയ്യിലിരിക്കുന്ന ആൻസർ കീം NCERT ബേസ്ഡ് ആയിരിക്കും. നിങ്ങൾക്ക് അതിന്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ NCERT മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതിന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റോ അല്ലെങ്കിൽ SIO LDCയോ ഏത് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡന്റിനും പഠിക്കുന്ന ഫാക്ട് ആണ് ഇത്. അപ്പൊ ഇതിന്റെ ഉത്തരം ആർക്കും എഴുതാൻ പറ്റും. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണത്. ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ചോദ്യം കണ്ടോ, ഹൗ ഡു ഹിമാലയ ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ കാലാവസ്ഥയെ എങ്ങനെയാണ് ഹിമാലയം സ്വാധീനിക്കുന്നത് എന്നാണ് ചോദ്യം. ഹിമാലയം സ്വാധീനിക്കുന്നത് എങ്ങനെയാണ്? ഇത് NCERT നിന്ന് ഡയറക്ട്ലി പിക്ക് ചെയ്തതാണ്. നോക്കിയേ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇന്ത്യസ് ക്ലൈമറ്റ്. അതിനകത്ത് ലാറ്റിറ്റ്യൂഡ്, ഓൾട്ടിറ്റ്യൂഡ് ഒക്കെ കൃത്യമായും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിനകത്ത് ഇന്ത്യ ഹാസ് മൗണ്ടൻസ് ഇൻ നോർത്ത്, ഹിമാലയസിനെ പറ്റിയാ പറയുന്നത്. കൃത്യമായും ആൾട്ടിറ്റ്യൂഡിന്റെ ഫാക്ടർ ഇത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡയറക്ട്ലി കൊടുത്തിട്ടുണ്ട് മൺസൂണിനെ എങ്ങനെയാണ്, ക്ലൈമറ്റിനെ പറ്റിയാണല്ലോ ചോദ്യം. മൺസൂൺ ഇന്ത്യയുടെ സംഭവമാണല്ലോ. ഇന്ത്യൻ മൺസൂണിനെ എങ്ങനെയാണ് ഹിമാലയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സിമ്പിൾ ലാംഗ്വേജ് തന്നെ നമ്മൾ എഴുതിയാലും മതി. ഖടാൽഖടി ഇംഗ്ലീഷിലൊന്നും എഴുതേണ്ട യാതൊരു കാര്യമില്ല. ഇതിനേക്കാൾ സിമ്പിൾ ആക്കാൻ പറ്റും, അത്രയും നല്ലത്. അതുകൊണ്ട് തന്നെ ഗോ ബാക്ക് ടു യുവർ ബേസിക് ടെക്സ്റ്റ്, അല്ലെ? എക്സാക്ട്ലി. സൈബീരിയ പല ഫാക്ടേഴ്സ് വരുന്നുണ്ടോ? എക്സാക്ട്ലി. ഞാൻ നിങ്ങളെ ചാറ്റ്സ് ഇങ്ങനെ വായിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ആൻസേഴ്സ് പല ആൾക്കാര് പെട്ടെന്ന് എഴുതി അയക്കുന്നുണ്ട്. ഗുഡ്, കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഇതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ, മനസ്സിലായി? ഇതിന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇതൊക്കെ UPSC നമ്മൾ ചോദിച്ചിട്ടുള്ള പല പ്രാവശ്യം. NCERT മര്യാദയ്ക്ക് പഠിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ പറ്റും. ഇതേ കാര്യം നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടറിലൊക്കെ വരാനും സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ മറക്കരുത്. ഓക്കെ, യെസ്. അതുപോലെ നമുക്ക് മറ്റൊരു മെയിൻസ് ക്വസ്റ്റ്യൻ, KS മറ്റൊരു മെയിൻസ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇത് വെച്ച് നമുക്ക് എങ്ങനെയാണ് ഭാവിയിൽ വരാൻ പോകുന്ന മെയിൻസ് ക്വസ്റ്റ്യൻസ് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. പിന്നെ പല മെയിൻസ് ക്വസ്റ്റ്യൻസ് NCERT എന്നാണ്. ഈ ഒരു ചോദ്യം കണ്ടോ, ഇന്ത്യയിലെ മഴ, റെയിൻഫോൾ, അത് ഭയങ്കര സീസണല്ല. സീസൺ എന്ന് വെച്ചാൽ എന്താ, സ്ഥിരതയില്ല, മാറി മാറി വരും. അൺസർട്ടൈൻ ആണ്, അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. കേരളത്തിൽ കിട്ടുന്ന മഴയല്ല തമിഴ്നാട്ടിൽ കിട്ടുന്നത്, അൺഈവൻ ആണ്, എല്ലായിടത്തും ഒരുപോലെ അല്ല. ഇന്ത്യയിലെ റെയിൻഫോൾ വളരെ ഇറാറ്റിക് ആണെന്നാണ് പറയുന്നത്, അല്ലെ? ഈ ചോദ്യം നമ്മുടെ NCERT കൃത്യമായി കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, ഇന്ത്യയിലെ മഴ അൺസർട്ടൺ, അത് കുറച്ച് മാസം കൊണ്ട് മാത്രം പെയ്യുന്നതാണ്. അതാണ് സീസണൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനെ മറ്റൊരു പേരിൽ വിളിച്ചെന്നേ ഉള്ളൂ. ഇന്ത്യയിൽ എല്ലാ മാസവും മഴയുണ്ടോ? ഇല്ലല്ലോ, സീസണൽ ആണല്ലോ. ചില മാസങ്ങൾ, ഫ്യൂ മന്ത്സിൽ മാത്രമേ മഴയുള്ളൂ. കൃത്യമായിട്ടുള്ള സോഴ്സ് ഉണ്ടോ? തമിഴ്നാട്ടിലെ വിന്റർ റെയിൻഫോൾ കിട്ടും, കണ്ടോ, അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. നമുക്ക് വിന്റർ റെയിൻഫോൾ ഉണ്ടോ? പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ടോ, ഡിസ്ക്രൈബ് ദ റീജിയണൽ വേരിയേഷൻസ് ഇൻ ക്ലൈമാറ്റിക് കണ്ടീഷൻ ഓഫ് ഇന്ത്യ. അത് തന്നെയല്ലേ റെയിൻഫാളിനെ പറ്റി ചോദിച്ചിട്ടുള്ളത്, റീജിയണൽ വേരിയേഷൻ, അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ. ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എഫക്ട് ഓഫ് മൺസൂൺ റെയിൻഫോൾ ഇൻ ഇന്ത്യ. അപ്പൊ നമുക്ക് ഇത് എഴുതി വെച്ചു. അടുത്ത പ്രാവശ്യം ഈ നടക്കാൻ പോകുന്ന KS മെയിൻസ് പരീക്ഷയ്ക്ക് NCERT നിന്ന് ഇതുപോലെ ചറവറ ചോദ്യങ്ങൾ വരും. NCERT ഒരു ചോദ്യം എടുത്തിട്ട് ഒരു മറ്റൊരു രീതിയിൽ ഫ്രെയിം ചെയ്തിട്ടാണ് ഉത്തരം ചോദിക്കുന്നത്. ഇപ്പൊ NCERT ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. NCERT ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അതിനോടൊപ്പം സിവിൽ സർവീസ് മെയിൻസിൽ 1980s മുതൽ ചോദിച്ചിട്ടുള്ള സെലക്ടഡ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ സിലബസിനകത്തുള്ള ചോദ്യങ്ങൾ മാത്രം, അതിന്റെ സിലബസിനകത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. സിലബസിനകത്തുള്ള ചോദ്യങ്ങൾ മാത്രം തിരഞ്ഞുപിടിച്ച് വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ഫോളോ ചെയ്യുക. ഏതൊക്കെയാ ടെക്സ്റ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിലേക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്. പ്രിലിംസ്, MCQ ആയിക്കോട്ടെ, മെയിൻസ്, ഡിസ്ക്രിപ്റ്റീവ് ആയിക്കോട്ടെ, യു ക്യാൻ ഡു ഇറ്റ്. നിങ്ങൾ ചെയ്തില്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തോളും. നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, നിങ്ങൾ ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തോളും. കാര്യം വേക്കൻസി ഉണ്ടല്ലോ, ആർക്കെങ്കിലും ഒക്കെ ജോലി കൊടുത്തല്ലേ പറ്റത്തുള്ളല്ലോ. അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒക്കെ ചെയ്തോളും. പക്ഷെ നിങ്ങൾ അതിനുവേണ്ടി തയ്യാറെടുക്കുക. അന്യഗ്രഹ ജീവികളോടല്ല മത്സരിക്കുന്നത് എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയാണ്. ഗോ ബാക്ക് ടു ബേസിക്സ്. നിങ്ങളുടെ പുസ്തകങ്ങൾ, സ്കൂൾ ടെക്സ്റ്റുകൾ, +2 വരെയുള്ള സ്കൂൾ ടെക്സ്റ്റുകൾ എടുക്കുക. KS വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഇത് വേണ്ടത് കോൺഫിഡൻസ് മാത്രമാണ്.
ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയോ? ഇനി ഡൗട്ട്സ്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ യൂട്യൂബിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത്. ഒരു പാർട്ട് 2 പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പാർട്ട് 2, ഇതിന്റെ ഒരു പാർട്ട് 2വിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഉൾപ്പെടുത്തേണ്ടത്, നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് എന്നുള്ള കമന്റ് സെക്ഷനിൽ പറയാം. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും പാർട്ട് 2 ചെയ്യുന്നത്. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഞങ്ങളുടെ ബാച്ചസ്, ഇപ്പം KS ബാച്ച് 5999 എന്നൊരു ചെറിയൊരു എമൗണ്ട് മാത്രമാണ് പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ബാച്ചിനുള്ളത്. ഫീസ് കുറവാണെന്ന് കരുതി പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു പാറ്റേൺ ഇവിടെ ക്ലാസ് എടുക്കാം. ഓൾഡ് പാറ്റേൺ, അല്ലെങ്കിൽ തത്തമ്മയെ പൂച്ച ലെവലിൽ കേസ് പഠിക്കാനോ പഠിപ്പിക്കാനോ ഒക്കത്തില്ല. ആ ഒരു എക്സ്പെക്ടേഷൻ ആരും വരരുത്. ഇതൊരു അനലിറ്റിക്കലായി ഏറ്റവും ബേസിക് ലെവൽ മുതൽ, ഏത് കൊച്ചു കുഞ്ഞിനെ മനസ്സിലാവുന്ന ഏറ്റവും ബേസിക് ലെവൽ മുതലുള്ള ക്ലാസ്സുകളായിരിക്കും. പക്ഷെ അനലിറ്റിക്കലായിരിക്കും. UPSC ചോദ്യങ്ങളും ഡിസ്കഷനും ചർച്ചകളും മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രാക്ടീസും ഒക്കെ കാണും. അപ്പോൾ അത് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറയാണ് കേട്ടോ. ഓക്കെ, സോ ഞാൻ തൽക്കാലം ഈ ഒരു വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. യൂട്യൂബേഴ്സ്, നിങ്ങളുടെ ഡൗട്ട്സ് കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. താങ്ക് യു.